SR ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പോകുന്നത് കുവൈറ്റിൽ സിവിൽ ഐ.ഡി റിന്യൂ ചെയ്തത് മെഷീനിൽ നിന്നും എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളത് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോയിൽ കാണാം. ആ കാണുന്നതാണ് സിവിൽ ഐ.ഡി ഓഫീസ്. തൊട്ടടുത്ത് പാർക്കിംഗ് ഒന്നും കിട്ടില്ല. ദൂരെ വണ്ടി പാർക്ക് ചെയ്തു നടന്നു തുടങ്ങി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. നാം കയറി ചെല്ലുമ്പോൾ ഇരു സൈഡുകളായി ഇരിക്കുന്ന മെഷീനിൽ പഴയ സിവിൽ ഐ.ഡി കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിന്യൂ ചെയ്ത സിവിൽ ഐ.ഡി ഏത് മെഷീനിലാണെന്നുള്ളത് കാണിക്കും. ഞാൻ ആദ്യമേ ഒരു മെഷീനിൽ വെച്ചു, അത് എറർ എന്ന് കാണിച്ചു. പിന്നീട് ഞാൻ തൊട്ടടുത്തുള്ള മെഷീനിൽ വെച്ചപ്പോൾ എൻ്റെ സിവിൽ ഐ.ഡി വന്നിരിക്കുന്നത് 41 നമ്പർ മെഷീനിലാണ്. ഞാൻ അത് തിരഞ്ഞുള്ള നടത്തം തുടങ്ങി. എൻ്റെ ഇരു സൈഡുകളിലും മെഷീനുകളാണ് ഇരിക്കുന്നത്. സാധാരണ ഇവിടെ നല്ല തിരക്കാണ്. ഒടുവിൽ 41 നമ്പർ മെഷീൻ കണ്ടെത്തി. പഴയ സിവിൽ ഐ.ഡി ഇൻസെർട്ടിലൂടെ അകത്ത് ഇട്ടുകൊടുത്തതിന് ശേഷം അല്പനേരം വെയിറ്റ് ചെയ്യുക. അത് പ്രിൻ്റ് ചെയ്ത് പുതുക്കിയ സിവിൽ ഐ.ഡി റിസീവിലൂടെ പുറത്തു വരുന്നതാണ്. ഇവിടെ പലരും ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. വെപ്രാളത്തിൽ വന്നിട്ട് പഴയ സിവിൽ ഐ.ഡി കൊണ്ടുവന്ന് റിസീവിഡിലിട്ടു. പിന്നീട് ആ മെഷീൻ കയറി ബ്ലോക്കാകുകയും അവിടുത്തെ ജീവനക്കാർ വന്ന് അത് തുറന്ന് എടുത്തു കൊടുക്കുന്നിടം വരെ അവിടെ അത്രയും തിരക്ക് ഉണ്ടാകുകയാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ തിരക്കില്ലാതെ. പലപ്പോഴും മെഷീൻ്റെ മുമ്പിൽ നല്ല ക്യൂ തന്നെയാണ്. അതുകൊണ്ട് ഇനി വരുന്നവരെങ്കിലും അത് ശ്രദ്ധിക്കുക. റിസീവ്ഡിലല്ല പഴയ സിവിൽ ഐ.ഡി ഇടേണ്ടത്. ഇൻസേർട്ടിലൂടെ പഴയ സിവിൽ ഐ.ഡി ഇട്ട് കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ പ്രിൻ്റ് ചെയ്ത് റിസീവ്ഡിലൂടെ നമ്മുടെ കൈകളിലെത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.